ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ CMSCന്റെ തേർഡ് മൊഡ്യൂളാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൽ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ കുറച്ച് ഒരു 2-3 ടേംസും കൂടെ നമുക്ക് പെൻഡിങ് ഉണ്ട്. അപ്പം അതെന്താണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് എക്യുപ്മെന്റ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടേം റീ ഓർഡർ ലെവൽ. എന്താണ് റീ ഓർഡർ ലെവൽ? The buffer stock level at which the reorder for a particular item is generated. എന്താണ് ഒരു ഐറ്റം നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൈറ്റിൽ സിമെന്റ് അതിന്റെ എമൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് 5 ചാക്ക് സിമെന്റ് വേണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 10 ചാക്ക് സിമെന്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തേക്കാണ് ആ സിമെന്റ് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനി സ്റ്റോക്ക് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പിന്നെയും റീഓർഡർ ചെയ്യും സിമെന്റ് അല്ലേ. അപ്പോൾ ആ റീഓർഡർ ചെയ്ത് ആ സിമെന്റ് എത്താൻ ഒരു ടൈമും കൂടെ എടുക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും, ഇനി നമ്മൾ ഓർഡർ ചെയ്ത് എത്ര ദിവസം കൊണ്ട് അത് എത്തും, അപ്പോൾ അതിന് മുന്നേ വേണം നമ്മൾ അത് ഓർഡർ ചെയ്യാൻ അല്ലേ. അപ്പോൾ ആ ഒരു ബഫർ സ്റ്റോക്ക് ലെവൽ അറ്റ് വിച്ച് ദ റീ ഓർഡർ ഓഫ് എ പെർട്ടിക്കുലർ ഐറ്റം ഈസ് ജനറേറ്റഡ്. അതെങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് കൺസിഡർഡ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ്: പീരിയോഡിക് ഡിമാൻഡ് ഓഫ് ദ ഐറ്റം, ആ ഐറ്റത്തിന്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്. ഇറ്റ്സ് എസെൻഷ്യാലിറ്റി, അതിന്റെ ആവശ്യകത, എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അത്. അതുപോലെ ലീഡ് ടൈം റിക്വയർഡ് ഫോർ സപ്ലൈയിങ് ദ ഐറ്റം ആഫ്റ്റർ പ്ലേസിങ് ദ ഓർഡർ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം എത്ര ടൈം എടുക്കും അത് സപ്ലൈ ചെയ്യാൻ. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് റീഓർഡർ ചെയ്യുന്നത് അല്ലേ. The buffer stock will cater to its demand during the lead time for supplying the ordered item. എന്താണ് ഈ ലീഡ് ടൈമിന്റെ സമയത്ത്, അതായത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടാൻ എടുക്കുന്ന ആ ടൈമിലാണ് നമ്മൾ ഈ ബഫർ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ കയ്യിലുള്ള ഈ ബഫർ സ്റ്റോക്ക് ആണ് ആ സമയത്ത് നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, കാറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു 2 bin സിസ്റ്റം എന്ന് പറഞ്ഞാൽ the buffer stock kept in second bin ഓഫ് ദ സ്റ്റോറേജ് സിസ്റ്റം. നമ്മളെപ്പോഴും ഈ ബഫർ സ്റ്റോക്ക്, അതായത് അവസാനം യൂസ് ചെയ്യാനുള്ള ഈ ബഫർ സ്റ്റോക്ക് ഒരു സെക്കൻഡ് ബിന്നിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലേ. Then when the stock in the first bin is exhausted, അതായത് ഫസ്റ്റ് ബിന്നിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ, നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ the item from the second bin will be taken. സെക്കൻഡ് ബിന്നിൽ നിന്നുള്ള ആ ബഫർ സ്റ്റോക്ക് നമ്മൾ എടുക്കുള്ളൂ. And simultaneously the tag attached to the second bin indicating the name of the item and its part number is handed over to the purchase department for generating the order. ഓക്കെ, അപ്പോൾ ആ ബഫർ സ്റ്റോക്ക് നമ്മൾ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിനി ഈ ഒരു ബഫർ സ്റ്റോക്ക് മാത്രമേ ബാക്കിയുള്ളൂ, അപ്പോൾ ഇനി ഓർഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോക്ക്, അതാണ് ബഫർ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബഫർ സ്റ്റോക്കിന്റെ ആ സെക്കൻഡ് ബിന്നിൽ നിന്ന് ഐറ്റം എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള അതിനൊരു ഇതുണ്ടാവും, എന്താണ് പാർട്ട് നമ്പറും ഒക്കെ ഉണ്ടാവും. ഒരു ഐറ്റത്തിന് ഒരു പാർട്ട് നമ്പർ, അതിന്റെ നെയിം ഒക്കെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ അതാണ് റീ ഓർഡർ ലെവൽ. Then economic order quantity EOQ. It is the optimal quantity for which the unit cost at the site is the minimum while procuring an item. എന്താണ് ഒരു അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി ഓഫ് an item. ഒരു ഐറ്റം ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് എന്താ മിനിമം യൂണിറ്റ് കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിമെന്റ് തന്നെ നമുക്ക് എന്താണ് ഒരു ഓട്ടോയിൽ ക്യാരി ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ലോറിയിൽ, ഒരു ടെമ്പോയിൽ, ട്രക്കിലൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ഈ ട്രക്കിലൊക്കെ കൊണ്ടുവരുമ്പോൾ എന്താ നമുക്ക് മാക്സിമം എമൗണ്ട് കൊണ്ടുവരാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ അതായിരിക്കും ഒരു ഒപ്റ്റിമം എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറച്ചും കൂടെ എന്താണ് എക്കണോമിക്കും അതായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിപ്പോൾ ഒരു ഓട്ടോയിലാണെങ്കിൽ ഒരു 3 ചാക്ക് സിമെന്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഒരു ട്രക്ക് എടുക്കുകയാണെങ്കിൽ 10-20 ചാക്ക് സിമെന്റ് കൊണ്ടുവരാൻ പറ്റില്ലേ. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി, the optimal quantity for which the unit cost at site is the minimum while procuring an item. അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്, എത്രത്തോളം സാധനം നമുക്ക് ആവശ്യമുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. യൂണിറ്റ് കോസ്റ്റ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓർഡേർഡ് ടുഗദർ വിത്ത് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ചാർജസ്. എന്താണ് ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. വെഹിക്കിളിന്റെ കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് ഫോർ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഓർഡർ. നമ്മളൊരു എന്താണ് ബൾക്കായിട്ടൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ബൾക്ക് ഓർഡറിംഗ് ആണ് നല്ലത്. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഈ EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത്. ദെൻ അടുത്തൊരു
ടോപ്പിക്കാണ് ഡെലിവറി ഓഫ് ഗുഡ് ത്രൂ പാഴ്സൽ സർവീസ്. നമ്മൾ പാഴ്സൽ സർവീസ് വഴി ഓരോ മെറ്റീരിയൽസ് ഒക്കെ ഡെലിവറി ചെയ്യും. അപ്പം അത് രണ്ട് രീതിയിലാവാം. ഒന്നില്ലെങ്കിൽ റെയിൽവേ വഴി, അല്ലെങ്കിൽ ലോറി പാഴ്സൽ. റെയിൽവേ പാഴ്സൽ അല്ലെങ്കിൽ ലോറി പാഴ്സൽ. ഓക്കെ. അപ്പൊ രണ്ട് പേര് തമ്മിലാണ് ഈ ഡീലിംഗ് നടക്കുന്നത് അല്ലെ. ഒന്ന് എന്താണ്, ഇത് അയക്കുന്ന ഒരാളുണ്ടാവും, ഒന്ന് അത് റിസീവ് ചെയ്യുന്ന ഒരാളുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഡിസ്പാച്ചർ, അത് അയക്കുന്ന ആളെന്നെ നമ്മൾ കൺസൈനർ എന്നാണ് പറയുക. ആൻഡ് അത് റിസീവ് ചെയ്യുന്ന ആളെ കൺസൈനി എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് അയക്കുന്ന സമയത്ത് 2 copies ഓഫ് ദ റിസീപ്റ്റ് വിൽ ബി ഗിവൺ. നമ്മളൊരു മെറ്റീരിയൽ അയക്കുന്ന സമയത്ത് നമുക്ക് 2 കോപ്പി കിട്ടും. ഒരു റെസിപ്റ്റിന്റെ 2 കോപ്പി കിട്ടും. അതിൽ ഒരു കോപ്പി എന്ന് പറഞ്ഞാൽ കൺസൈനറുടെ കോപ്പി ആയിരിക്കും, അതായത് അത് സെൻഡ് ചെയ്യുന്ന ആളുടെ കോപ്പി. ഒരു കോപ്പി റിസീവറുടെ കൺസൈനി കോപ്പി ആയിരിക്കും. ഓക്കെ. ഇനി റെയിൽവേയിലാണെങ്കിൽ നമ്മൾ അതിനെ റെയിൽവേ റിസീപ്റ്റ് എന്നും, ലോറിയിൽ വഴിയാണ് പാഴ്സൽ ചെയ്യുന്നതെങ്കിൽ അത് ലോറി റെസീപ്റ്റ് എന്നും, RR ആൻഡ് LR എന്ന് പറയും. ഓക്കെ. ഇനി കൺസൈനി കോപ്പി വിൽ ബി സെൻഡ് ടു ദ കൺസൈനി ബൈ പോസ്റ്റ് ബൈ ദ കൺസൈനർ. എന്താണ് കൺസൈനിയുടെ കോപ്പി, അതായത് റിസീവറിന്റെ കോപ്പി കൺസൈനർ, ഡെസ്പാച്ചർക്കാണ് ഈ 2 കോപ്പിയും കിട്ടുന്നത്. ഇപ്പൊ ഡെസ്പാച്ചർ ഇതിൽ കൺസൈനിയുടെ കോപ്പി ബൈ പോസ്റ്റ് കൺസൈനിക്ക് അയച്ചു കൊടുക്കും. The consignee will claim the goods producing RR or LR at the parcel office as proof of ownership claim for the consignment. എന്താണ് ഈ കിട്ടിയ RR അല്ലെങ്കിൽ LR കാണിച്ചിട്ടാണ് പാഴ്സൽ ഓഫീസിൽ നിന്ന് ഈ ഗുഡ്സ് ക്ലെയിം ചെയ്ത് കൺസൈനി വാങ്ങിക്കുന്നത്. ഓക്കെ. ഇനി ഇഫ് RR or LR is being lost, അഥവാ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ the consignee can claim the consignment by executing a bond with the parcel office authority, claiming that the sole claimant for the consignment and will be responsible for any other claims raised by anyone else in future. എന്താണ് ഇനി അഥവാ അയാളുടെ കയ്യിൽ നിന്ന് ഈ RR അല്ലെങ്കിൽ LR നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കൺസൈനിക്ക് ആ പാഴ്സൽ സർവീസുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം. ഇനി ആര് ഇതിന് ഒരു ഡിസ്പ്യൂട്ട് പറഞ്ഞു വന്നാലും അതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി താനാണ് എന്നൊരു എഗ്രിമെന്റ് ഇട്ടിട്ട് അയാൾക്ക് ആ പാഴ്സൽ കൊണ്ടുപോകാം. സച്ച് ബോണ്ട് ഈസ് നോൺ ആസ് ഇൻഡെംനിറ്റി ബോണ്ട്. അങ്ങനെ ഒരു ബോണ്ടിനെയാണ് ഇൻഡെംനിറ്റി ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഡെമറേജ് ആൻഡ് വാർഫേജ് എന്ന് പറഞ്ഞ 2 ടേമും കൂടെ ഉണ്ട്. Demurrage എന്ന് പറഞ്ഞാൽ പെനാൽറ്റി imposed by the parcel service authority for the delay in unloading goods from the wagon beyond the time permissible for unloading and vacating the wagon. എന്താണ് ഒരു വാഗണിൽ പാഴ്സൽ വന്നു കഴിഞ്ഞാൽ അതിന്ന് അത് അൺലോഡ് ചെയ്യാനും അത് കാലിയാക്കി കൊടുക്കാനും വേണ്ടി ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും, ഒരു പെർമിസിബിൾ ടൈം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യും. അതിനെയാണ് ഡിമറേജ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് റെയിൽവേയിലാണ്. Then wharfage എന്ന് പറഞ്ഞാൽ penalty imposed for the delay beyond the time permissible for removing the goods from the railway platform or godown. നമ്മൾ വാഗണിൽ ഇറക്കിയിട്ടുണ്ടാവും, പക്ഷെ റെയിൽവേ എന്നിട്ട് വാഗണിൽ നമ്മൾ എന്താ ചെയ്യുക, അത് അൺലോഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ വെക്കും, പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്നെ അത് ഗോഡൗണിലേക്ക് മാറ്റും. അപ്പൊ അതൊക്കെ റെയിൽവേന്റെ കൺട്രോളിലാണ്. അപ്പൊ നമ്മൾ അത് പെട്ടെന്ന് തന്നെ എന്താണ് നമ്മളത് അവിടെ നിന്ന് മാറ്റണം, നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ, അതായത് റെയിൽവേ പ്ലാറ്റ്ഫോം ഒന്നോ അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഗോഡൗൺ ഉണ്ടാവും റെയിൽവേക്ക്, അതൊന്നോ അത് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പെനാൽറ്റിയാണ് വാർഫേജ്. വാഗണിന്ന് റിമൂവ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന പെനാൽറ്റിയാണ് ഡിമറേജ്. അപ്പൊ ഈ 2 ടേംസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇത് ഫൈനൽ പാർട്ടാണ് 3rd മൊഡ്യൂളിന്റെ. നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് തന്നെയാണ്. ഇപ്പൊ എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ്, എന്താണ് മണ്ണ് മാന്താനുള്ള അല്ലെ എക്യുപ്മെന്റ്സ്, ഡോസർ, ഗ്രേഡർ ഒക്കെ പോലെയുള്ള. പിന്നെ ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റ്സ്, എന്താണ് മണ്ണിങ്ങനെ ഇതെടുക്കാൻ, പൊന്തിച്ചെടുക്കാൻ. മറ്റേത് എർത്ത് എക്സ്കവേറ്റ് ചെയ്യാനാണ്, മറ്റേത് എന്താണ് എർത്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആണ്, മണ്ണ് ലിഫ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ്. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അല്ലെ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് മിസലേനിയസ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള പമ്പ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചും. പിന്നെ ഫൈനലി എങ്ങനെയാണ് എക്യുപ്മെന്റിന്റെ സെലക്ഷൻ, മെത്തേഡ് ഓഫ് പ്രൊക്യൂറിങ് എക്യുപ്മെന്റ്സ്, എന്താ റെന്റൽ ആയിട്ട് അല്ലെങ്കിൽ ഹയർ, അങ്ങനെയൊക്കെ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ആദ്യം നമ്മൾ നോക്കുന്ന ഹോളിംഗ് ഓർ ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെന്റ്സ് ആണ്. എന്താണ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. ഫസ്റ്റ് വൺ ട്രക്സ് അല്ലെങ്കിൽ ടിപ്പേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രാൻസ്പോർട്ടിങ് മെറ്റീരിയൽസ് ഓർ മെഷീനറീസ് ഫോർ ലോങ് ഹോളേജ്. കുറെ ദൂരത്തേക്കൊക്കെ മെറ്റീരിയൽസോ അല്ലെങ്കിൽ മെഷീനറീസോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ട്രക്ക് അല്ലെങ്കിൽ ടിപ്പർ. ദെൻ ഡംപേഴ്സ് ഫോർ ട്രാൻസ്പോർട്ടിങ് ആൻഡ് സെൽഫ് അൺലോഡിങ് ഓഫ് മെറ്റീരിയൽസ്. ഇതും എന്താണ്
ട്രാൻസ്പോർട്ട് ചെയ്യാനും അൺലോഡ് ചെയ്യാനും മെറ്റീരിയൽസ് അൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ട്, അതും ലോങ് ഹോളേജിക്ക് തന്നെയാണ്. ഡംബേഴ്സ് നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ട്രാക്ടർ ടൈലർ അതൊരു വലിയ യൂണിറ്റ് ആണ്. ഓക്കെ, ഫോർ ട്രാൻസ്പോർട്ടിങ് മെറ്റീരിയൽസ് വിത്തിൻ ആൻഡ് അറൌണ്ട് ദ പ്രൊജക്ട് ഏരിയ. നമ്മുടെ ആ ചുറ്റുവട്ടത്ത് നമ്മുടെ ആ പ്രൊജക്ട് സൈറ്റിന്റെ ലോക്കൽ ഏരിയയിൽ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതാണ് ട്രാക്ടർ ടൈലർ. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾസിനെ കുറിച്ചാണ്, എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ്. എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ് ഡോസേഴ്സ് ഉണ്ട്, ഗ്രേഡർ ഉണ്ട്, റിപ്പർ ഉണ്ട്, പവർ ഷവൽ ഉണ്ട്, ബാക്ക്ഹോ, JCB, ഡ്രാഗ് ലൈൻ ആൻഡ് ക്ലാംഷെൽ. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡോസേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബുൾഡോസേഴ്സ് എന്നൊക്കെ. ഫോർ ഡോസിങ് ഓർ കട്ടിംഗ് ഹാർഡ് സോയിൽ അല്ലെങ്കിൽ സോഫ്റ്റ് റോക്ക്, മെയിൻലി യൂസ്ഡ് ഇൻ ഹില്ലി ഏരിയാസ്. ഹാർഡ് സോയിലോ അല്ലെങ്കിൽ സോഫ്റ്റ് റോക്കോ ഇതെന്തായാലും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡോസേഴ്സ്. അതെന്താണ് കൂടുതലായിട്ടും ഹില്ലി ഏരിയാസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രേഡർ ഫോർ ലെവലിംഗ് ഓഫ് സോയിൽ ഫിൽസ്, അതായത് സോയിൽ കുഴികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഗ്രേഡർ എന്ന് പറഞ്ഞുള്ള വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. ദെൻ റിപ്പർ ഫോർ ബ്രേക്കിംഗ് സോഫ്റ്റ് റോക്സ് ആൻഡ് അതർ ഹാർഡ് സ്ട്രാറ്റ. എന്താണ് സോഫ്റ്റ് റോക്സ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, പൊട്ടിക്കാൻ വേണ്ടി, നമ്മുടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഹാർഡ് സ്ട്രാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ബ്രേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ പല്ല് കണ്ടില്ലേ, ആ ഫ്രണ്ടിൽ ആ ബ്ലാക്ക് കളറിൽ അതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു റിപ്പർ എന്നാണ് അതിന് പറയുക. അതിൻ്റെ അത്രയും ഇതായിട്ടുള്ള ആ പല്ല്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ബ്രേക്ക് ചെയ്യുന്നത്. പവർ ഷവൽ ഫോർ ലോഡിങ് ലൂസ് മെറ്റീരിയൽസ്, എന്താണ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ്. അത് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഫോർ എക്സ്കവേറ്റിംഗ് സോയിൽസ്, സോയിൽ എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി, മണ്ണ് മാന്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാക്ക് ഹോ. Then JCB. JCB എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് പവർ ഷവൽ ആൻഡ് ബാക്ക് ഹോ. എന്താണ് അത് എക്സ്കവേറ്റ് ചെയ്യുകയും ചെയ്യും, ലോഡ് ചെയ്യുകയും ചെയ്യും. JCB നിങ്ങൾ കണ്ടിട്ടുണ്ടാവും JCB അല്ലേ. ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ഇറ്റ്സ് ഡിസൈനർ ജോസഫ് സിറിൽ ബാംഫോർഡ്. അതാണ് JCB എന്ന് പേര് വന്നത്. ഓക്കെ, അതിന്റെ ഡിസൈനർ ആണ് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന് പറഞ്ഞ ആള്. അപ്പൊ അങ്ങനെയാണ് JCB എന്നുള്ള പേര് വന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പവർ ഷവൽ ആൻഡ് ബാക്ക് ഹോ. Then drag line for digging in marshy area and canal dredging. എന്താണ് മാർഷി ഏരിയ, ചതുപ്പ് നിലങ്ങളൊക്കെ കുഴിക്കാനൊക്കെയാണ് നമ്മൾ ഈ ഡ്രാഗ് ലൈൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഭൂം എന്ന് പറഞ്ഞ ഇത് ഫിഗറിൽ കാണാനില്ലേ, ഭൂം എന്ന് പറഞ്ഞ ആ പാർട്ട്. അപ്പൊ അതൊരു എൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ അത് എന്താണ് മാർഷി ഏരിയാസിൽ ഡിഗ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ കനാൽ ഡ്രെഡ്ജിങ്, അതായത് കനാലിന്റെ അടിയിലുള്ള മണ്ണൊക്കെ മാന്തി കളയാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഡ്രാഗ് ലൈൻ യൂസ് ചെയ്യുന്നത്. ക്ലാംഷെൽ ഫോർ വെൽ സിങ്കിങ് ആൻഡ് എക്സ്കവേഷൻ ഇൻ മാർഷി ഏരിയാസ്. അത് ഇതിന്റെ ആ ഒരു എന്താ ഒരു ഫ്ലവർ പോലത്തെ ഒരു പോർഷൻ കണ്ടില്ലേ, അപ്പൊ അതെന്താണ് ഈ മാർഷി ഏരിയാസിലൊക്കെ പെട്ടെന്ന് മുങ്ങിപ്പോവും, സിങ്ക് ചെയ്തിട്ട് നമുക്കത് എന്താണ് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാർഷി ഏരിയാസിലൊക്കെയാണ് നമ്മൾ ഈ ക്ലാം ഷെല്ല് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കോമ്പാക്റ്റിംഗ് എക്യുപ്മെന്റ്സ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, കോമ്പാക്റ്റിംഗ് എക്യുപ്മെന്റ്സ് 4 എണ്ണം. സ്മൂത്ത് വീൽ റോളർ, ഷീപ്പ് ഫുഡ് റോളർ, ന്യൂമാറ്റിക് വീൽഡ് റോളർ ആൻഡ് വൈബ്രേറ്റേഴ്സ്. സ്മൂത്ത് വീൽഡ് റോളർ ഫോർ കോമ്പാക്റ്റിംഗ് എർത്ത് ഫിൽ ആൻഡ് ബിറ്റുമിനസ് വർക്ക്. എർത്ത് ഫില്ലും അതായത് മണ്ണും പിന്നെ നമ്മുടെ റോഡ് ബിറ്റുമിനസ് ആയിട്ടുള്ള ഇതും കോമ്പാക്ട് ചെയ്യാൻ നമുക്ക് ഈ സ്മൂത്ത് വീൽഡ് റോളേഴ്സ് യൂസ് ചെയ്യാം. അതിന്റെ റോളർ കണ്ടോ സ്മൂത്ത് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അടുത്ത ഫുഡ് റോളർ. ഷീപ്പ് ഫുഡ് റോളർ എന്താണ് ഫോർ ഹെവി കോമ്പാക്ഷൻ ഓഫ് സോയിൽ ഫോർ എർത്ത് ഡാംസ്, എയർപോർട്ട് റൺവേസ്, എക്സ്പ്രസ് വേസ്. അതായത് ഹെവി കോമ്പാക്ഷന് വേണ്ടിയിട്ടാണ് ഷീപ്പ് ഫുഡ് റോളർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ആ റോളർ കണ്ടോ, എന്താണ് അത് ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയിട്ട് അല്ലെ, ഷീപ്പിന്റെ ഫൂട്ട് പോലെ. അതാണ് ഷീപ്പ് ഫുഡ്. മറ്റേ നമ്മൾ സ്മൂത്ത് വീൽ എന്തായിരുന്നു, സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരുന്നു. ഇതിപ്പോ എന്താണ് പ്രൊജക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സർഫസ് ആണ്. അപ്പൊ ഹെവി കോമ്പാക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഷീപ്പ് ഫുഡ് റോളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂമാറ്റിക് വീൽഡ് റോളർ. ന്യൂമാറ്റിക് വീൽഡ് റോളറും എന്താണ് ലൈറ്റ് കോമ്പാക്ഷന് വേണ്ടിയിട്ടാണ്. ഓഫ് സോയിൽ ആസ് വെൽ ആസ് ബിറ്റുമിനസ്. സോയിലിന്റെയും ബിറ്റുമിനസിന്റെ ഒക്കെ കോമ്പാക്ഷൻ ആണ്. ലൈറ്റ് കോമ്പാക്ഷന് വേണ്ടിയാണ് ന്യൂമാറ്റിക് വീൽഡ് റോളർ യൂസ് ചെയ്യുന്നത്. വൈബ്രേറ്റേഴ്സ്. വൈബ്രേറ്റേഴ്സ് എന്താണ് കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. വൈബ്രേറ്റേഴ്സ് 4 രീതിയിലുണ്ട്. ടേബിൾ വൈബ്രേറ്റർ ഉണ്ട്, പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ ഉണ്ട്, നീഡിൽ വൈബ്രേറ്റർ ഉണ്ട്, ഫോം വർക്ക് വൈബ്രേറ്റർ ഉണ്ട്. ഫോർ കോമ്പാക്ടിങ് ഓഫ് കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്യാം. ഇനി ഓരോന്ന് എന്താന്ന് നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ടേബിൾ വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻ ലാബ്സ് ആൻഡ് പ്രീകാസ്റ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ്. നമ്മൾ ലബോറട്ടറിയിലൊക്കെയാണ് ഈ ടേബിൾ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then platform vibrators എന്ന് പറഞ്ഞാൽ for compacting mass concrete in
flat areas such as concrete roads, yard paving, etc. എന്താണ് മാർഷി ഏരിയ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ, അതായത് റോഡൊക്കെ പോലുള്ള ഫ്ലാറ്റ് ഏരിയയിൽ കോൺക്രീറ്റ് ചെയ്യാൻ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ നീഡിൽ വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഫോർ കോമ്പാക്ടിങ് എക്യുപ്മെന്റ് ഫോർ ഇൻ സിറ്റു ബീം ആൻഡ് കോളം. നമ്മൾ ആ സൈറ്റിൽ വെച്ച് ബീമും കോളം ഒക്കെ കാസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്ലാബിന്റെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ നീഡിൽ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോം വൈബ്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റിംഗ് യൂണിറ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സ്റ്റീൽ ഫോം വർക്ക്. നമ്മളെന്താ ഫോം വർക്ക് എന്താണെന്നൊക്കെ അറിയാം അല്ലെ, ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഒരു പലക എടുക്കില്ലേ, അതിനാണ് ഫോം വർക്ക്. അപ്പൊ അതിനോട് വരുന്ന കോൺക്രീറ്റിനെയൊക്കെ കോമ്പാക്ട് ചെയ്യാനാണ് ഈ ഫോം വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രീകാസ്റ്റ് മെമ്പേഴ്സ് ലൈക്ക് പോൾ കാസ്റ്റിംഗ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ എന്താ പ്രീകാസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും ഫോം വർക്കിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുകയല്ലേ ചെയ്യുക. അപ്പൊ ആ കേസിലൊക്കെ നമ്മൾ ഫോം വൈബ്രേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ടേബിൾ വൈബ്രേറ്ററിന്റെ ഫിഗർ ആണ്, സെക്കൻഡ് ഒരു എന്താണ് പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ, ആൻഡ് തേർഡ് വൺ നീഡിൽ വൈബ്രേറ്റർ. ഓക്കെ, ദെൻ കുറച്ച് കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ് നോക്കാം. മിക്സർ മെഷീൻസ്, ബാച്ചിങ് പ്ലാന്റ്, ട്രാൻസിറ്റ് മിക്സേഴ്സ്, കോൺക്രീറ്റ് പമ്പ്, ദെൻ ട്രിമ്മി പൈപ്പ് ആൻഡ് ബൂം പമ്പ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. മിക്സർ മെഷീൻസ്. എന്താണ് മിക്സർ മെഷീൻ? നിങ്ങൾ കോമൺലി കണ്ടിട്ടുണ്ടാവും. എന്താണ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സർ മെഷീൻസ്. നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലൊരു ഡ്രം അല്ലേ. അപ്പോൾ എന്താണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുക, അതായത് സിമെന്റ്, അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, പിന്നെ വാട്ടർ എല്ലാം കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്യാൻ വേണ്ടി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റിന് മാത്രമേ ഈ മിക്സർ മെഷീൻസ് യൂസ് ചെയ്യുള്ളൂ. പ്ലാന്റ് എന്താ ഫോർ ബൾക്ക് പ്രൊപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ്. എന്താണ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ബാച്ചിങ് പ്ലാന്റ്. ട്രാൻസിറ്റ് മിക്സർ ഫോർ മിക്സിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് കോൺക്രീറ്റ് ഫ്രം ബാച്ചിങ് പ്ലാന്റ് ടു പ്രൊജക്ട് സൈറ്റ്. എന്താണ് ഇത്? നിങ്ങൾ ഇങ്ങനെ റോഡിലൂടെ ഒക്കെ പോകുന്നുണ്ടാവും ഈ ട്രാൻസിറ്റ് മിക്സർ. ഈ ഒരു ട്രക്കില് ഇതുപോലൊരു ഡ്രം പോലത്തെ, അതായത് നമ്മൾ ആ കോൺക്രീറ്റ് മിക്സർ പോലത്തെ ഒരു ഇത് അല്ലേ. അപ്പൊ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് മിക്സിങ്ങും നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക്, അല്ലെങ്കിൽ ബാച്ചിങ് പ്ലാന്റിൽ നിന്ന് എന്താണ് പ്രൊജക്ട് സൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ അത് പെട്ടെന്ന് എന്താണ് കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അതൊരു സെറ്റിലിംഗ് ടൈം ഉണ്ട് അല്ലേ. സിമെന്റിനൊക്കെ ഒരു സെറ്റിൽമെന്റ് ഇല്ലേ. അപ്പോൾ എത്ര ടൈമിന്റെ ഉള്ളിലാണ് സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ് ഒരു ഇത്ര ടൈം കഴിഞ്ഞാൽ അത് സെറ്റിംഗ് ആയി പോകും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ട്രാൻസിറ്റ് മിക്സറിന്റെ ഒരു അഡ്വാൻറ്റേജ്. ട്രിമ്മി പൈപ്പ് ഫോർ കോൺക്രീറ്റിംഗ് അണ്ടർ വാട്ടറിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രിമ്മി പൈപ്പ് യൂസ് ചെയ്യുന്നത്. ബൂം പമ്പ് എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ കോൺക്രീറ്റിനും അല്ലാതെ ഓവർ ഹെഡും നമുക്ക് പറ്റും. ഈ ബൂം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന റെഡ് പോർഷൻ ഇല്ലേ, അതാണ് ബൂം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെന്താണ് കുറെ ലെങ്ത് ഉള്ളതാണ്. അപ്പൊ അണ്ടർ വാട്ടറിലേക്ക് അത്രയും ഡീപ്പായിട്ട് പോവാനും ഇതിന് പറ്റും. ഓക്കെ, അതാണ് ബൂം പമ്പ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മിസ്ലേനിയസ് എക്യുപ്മെന്റ്സും കൂടെ ഡിസ്കസ് ചെയ്യാണ്ട്, അത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ.